Good morning, students. നമുക്ക് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Show that limit z tends to 0. z by z bar. ഒരു ഫംഗ്ഷൻ എന്താണ്? z by z bar does not exist. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചിരിക്കുന്നത്? ലിമിറ്റ് z tends to z naught f of z is equal to z tends to z naught f of z is equal to l. ഇതാണ് നമ്മുടെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. ലിമിറ്റ് z tends to z naught f of z is equal to l. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ z naught എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ ലിമിറ്റ് z tends to 0, z എന്ന് പറയുന്നത് എന്താണ്? z is equal to x plus iy എന്നാണ്. z ബാർ എന്ന് പറയുന്നത് എന്താണ്? x minus iy എന്നാണ്. അപ്പോ x plus iy by x minus iy. z ബാർ എന്ന് പറഞ്ഞാൽ z ന്റെ കോൺജുഗേറ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ഉണ്ടോ നോക്കാനായിട്ട് നമുക്ക് പല പാത്തിലൂടെയും കടന്നു പോകാമെന്ന് ഞാൻ പറഞ്ഞു. x ആക്സിലൂടെ കടന്നു പോകാം, y ആക്സിലൂടെ കടന്നു പോകാം, along any path. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാത്ത് ഇതാണ്. y is equal to mx എന്നൊരു പാത്ത്. y is equal to mx. y is equal to mx എന്ന പാത്ത് എടുക്കുമ്പോൾ ലിമിറ്റ് z tends to 0, z tends to 0, x plus i into mx. y ക്ക് പകരം mx കൊടുക്കുന്നു, x minus i into mx. അപ്പൊ നോക്കാം, ലിമിറ്റ് z tends to 0. ഇവിടെ നമ്മൾ x കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus im by x into 1 minus im. z tends to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? z tends to 0 എന്ന് പറഞ്ഞാൽ x plus iy tends to 0 എന്നാണ്. അപ്പൊ നമുക്ക് x ന്റെ വാല്യൂ 0 ആണ്, y യുടെ വാല്യൂ tends to 0, x tends to 0, y tends to 0. അപ്പൊ നമുക്ക് ഈ x ക്യാൻസൽ ചെയ്യുന്നു, y ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 plus im by 1 minus im. അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടിയത്, ലിമിറ്റിന്റെ വാല്യൂ കിട്ടിയപ്പോൾ 1 plus im by 1 minus im ആണ്. ഇവിടുത്തെ പ്രത്യേകം എന്താണ്? ഈ എമ്മിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ലിമിറ്റിന്റെ വാല്യൂ പറയുക. എമ്മിന്റെ വാല്യൂ മാറി മാറി വരുന്നതനുസരിച്ച് പുതിയ 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 വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നതാണ് ആ വാല്യൂ വിൽ ബി യൂണിക്. ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, വാല്യൂ വിൽ ബി യുണീക്ക് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ദ ലിമിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് m. ലിമിറ്റ് depends upon the value of m. Value of m. അപ്പൊ എമ്മിന്റെ വാല്യൂസ് മാറി മാറി വരുമ്പോ ഈ ലിമിറ്റിന്റെ വാല്യൂ മാറി മാറി വരും. That is a violation of the definition of the limit. Therefore, given function does not exist limit. Therefore, does not exist limit. Does not exist. Limit does not exist. ഇവിടെ പ്രോബ്ലത്തിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 plus im by 1 minus im ആണ്. 1 plus im by 1 minus im ന്റെ പ്രത്യേകത എന്താണ്? എമ്മിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലിമിറ്റിന്റെ വാല്യൂ മാറി 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 വരും. നമ്മൾ പറഞ്ഞു ഏത് പാത്തിലൂടെ കടന്നു പോയാലും നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി യുണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഓരോ കേസിലും എമ്മിന്റെ വാല്യൂ മാറുമ്പോൾ പുതിയ പുതിയ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ we can say that the function does not exist, limit does not exist. Okay, എഴുതിയെടുത്തോളൂ ട്ടോ.